സൗദിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയ മറ്റൊരു സ്ഥലമായിരുന്നു ത്വായിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ തൻ്റെ പ്രബോധന കാലത്ത് മക്കയിലെ ഖുറൈശികളുടെ കയ്യേറ്റം വർദ്ധിച്ചത് കാരണം മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയും തൻ്റെ അമ്മാവന്മാരുടെ നാടായ ത്വായിഫിലേക്ക് പോയാൽ അവിടെ തനിക്ക് സഹായവും സഹകരണവും ലഭിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തിരിച്ചായിരുന്നു സംഭവിച്ചത്. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തിരസ്കരിക്കുകയും അവരുടെ കുട്ടികളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അദ്ദേഹം രക്തം വാർന്ന് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കാണുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാരാൽ നിഷ്കരുണം പീഡിപ്പിക്കപ്പെട്ട് ക്ഷീണിതനായ പ്രവാചകന് അടിമയായ അദ്ദാസ് എന്ന ക്രിസ്തീയ ബാലനാണ് കുറച്ച് മുന്തിരി എത്തിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് ഈ പള്ളി അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി ശത്രുക്കൾ ഉരുട്ടിയിട്ട കല്ല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തടുത്തു നിർത്തിയ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നബിയെ, അങ്ങയെ ബദറാണോ ത്വായിഫാണോ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ത്വായിഫ് എന്നായിരുന്നു. ഏറെ സമ്പന്നമായ ചരിത്ര പശ്ചാത്തലമുള്ള ത്വായിഫ് സന്ദർശകരുടെ കണ്ണിനും കാതിനും അക്ഷരാർത്ഥത്തിൽ കുളിര് പകരുന്ന ഒരു പ്രദേശം തന്നെയാണ്.